ഹായ് ഹലോ കൂട്ടുകാരെ. അപ്പോൾ ഇന്നത്തോടെ നിലാവിനെ പ്രണയിച്ചോൾ എന്ന കഥ നമ്മൾ ഫിനിഷ് ചെയ്യുകയാണ്. അതിൻ്റെ അവസാന ഭാഗമാണ്. അപ്പോൾ ബാക്കി നമുക്ക് കേട്ടു തുടങ്ങാം. നിങ്ങൾ വളരെ കുറച്ച് പേരെ അത് കഥ കേൾക്കാറുള്ളൂ. അത് നിങ്ങൾ ആദ്യം മുതൽ കേൾക്കും. അപ്പോൾ നിങ്ങൾക്ക് കഥ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഓക്കെ, ബാക്കി പറയുകയാണ് ഞാൻ. ഇന്ന് കിഷോറിൻ്റെ അനുമോദന ചടങ്ങാണ്. ഏറ്റവും നല്ല കളക്ടർക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് കിട്ടിയ കിഷോറിന് എല്ലാവരും അനുമോദനങ്ങൾ കൊണ്ടുകൂടി. അതിന് സാക്ഷിയായ എല്ലാവരുമുണ്ട്. ആദി, റുവാമിൻസാരിയ, മാളൂട്ടി, ഗോപൻ, നന്ദു, കാത്തു, കിഷോറിൻ്റെ സ്വന്തം രഞ്ജൂസ്, പാർവതി, കിഷോറിൻ്റെ മാതാപിതാക്കൾ, ധ്രുവയുടെ മാതാപിതാക്കൾ, അങ്ങനെ എല്ലാവരും സന്തോഷത്തിൻ്റെ പത്താപ്പകത്തിയ വേള. അതിൻ്റെ ഇടയ്ക്ക് ആദിയുടെ കണ്ണുകൾ തൻ്റെ മൊഞ്ചത്തി തേടി ചെല്ലുന്നുണ്ട്. ധ്രുവയുടെ കണ്ണുകൾ ആദിയെ. ഇരുവരും ഒരുപാട് സന്തോഷത്തിലാണ്. ഈ സന്തോഷത്തിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, കല്യാണത്തിന് സംഭവിച്ചു. രണ്ടാദിക്ക് ദുവ കഴിഞ്ഞാൽ പ്രാണൻ കിഷോറാണ്. അവൻ്റെ ഓരോ പടവുകളും കയറി ഉയരത്തിലേക്കുള്ള യാത്ര, അത് ആദിക്ക് നൽകുന്ന സന്തോഷം വളരെ വലുതാണ്. കിഷോർ മുഖ്യമന്ത്രിയിൽ നിന്നും അവാർഡ് ഏറ്റുവാങ്ങി. എല്ലാവരും എഴുന്നേറ്റിരുന്ന് കൈയടിച്ച് അവന് അനുമോദനങ്ങൾ അർപ്പിച്ചു. അതിനിടയ്ക്ക് കിഷോറിൻ്റെ കണ്ണുകൾ രഞ്ജുവിലേക്കും തൻ്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരിലേക്കും നീണ്ടു. അവൻ കണ്ടു കണ്ണു നിറഞ്ഞ് വിതുമ്പുന്ന 4 പേർ, അല്ല 5 പേർ, ആദി ഉൾപ്പെടെ. അവൻ്റെ കണ്ണുകളും വല്ലാതെ അങ്ങ് നിറഞ്ഞു. ഇത് സന്തോഷത്തിന് കണ്ണുനീരാണ് കേട്ടോ. അവൻ ചൂണ്ടിവിരൽ ചൂണ്ടി വേണ്ട എന്ന് ആംഗ്യം കടിച്ചു. എല്ലാവരും ഇരുന്നു. ഇനി കിഷോറിൻ്റെ മറുപടി പ്രസംഗമാണ്. കിഷോർ എഴുതിട്ട് സംസാരിച്ചു തുടങ്ങി. ഞാൻ ഇന്നിവിടെ ഈ പദവിയിലിരിക്കുന്നെങ്കിൽ അതിന് കാരണം എൻ്റെ ആദിയാണ്. ചെറിയ പ്രായത്തിൽ ചെയ്ത തെറ്റെന്താണെന്ന് തിരിച്ചറിയാത്ത പ്രായത്തിൽ അവൻ ചെയ്ത തെറ്റിന് അവനെ കോടതി ശിക്ഷിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ വീണ വാശി, ഒരു നിരപരാധി പോലും ഇവിടെ ശിക്ഷിക്കപ്പെടരുതെന്ന ആഗ്രഹം, അതാണ് എന്നെ പഠിച്ചൊരു കളക്ടറാക്കാൻ പ്രേരിപ്പിച്ചത്. ആദിയുടെ ഉള്ളിൽ വല്ലാതെ വിങ്ങി. അവൻ കിഷോർ സ്റ്റേജിന് മുമ്പിലേക്ക് വന്ന് കൈനീട്ടിപ്പിടിച്ചു. തൻ്റെ കുടുംബത്തിന് നേർക്ക് 4 പേർ കൂടി അവൻ്റെ അരികിലെത്തി. എല്ലാവരും ആ കരവിനയത്തിൽ മറന്നു. ആദി, മാളൂട്ടി, കാത്തു, ദുവ, ഇവരാണ് കിഷോറിനെ സംബന്ധിച്ച് അവൻ്റെ എല്ലാം. അവനെ ഒരാൾ കൂടി നോക്കി. ആ നോട്ടത്തിന് കാത്തിരുന്ന പോലെ അടുത്ത ആളും അരികിലെത്തിക്കഴിഞ്ഞു. രഞ്ജു. 5 പേരും തോളോട് തോൾ ചേർന്ന് നിന്നു. കിഷോർ ഒന്ന് തിരിഞ്ഞു നോക്കി. ആ നോട്ടം എത്തേണ്ട താമസം അടുത്ത ആളും എത്തിക്കഴിഞ്ഞു. അരികിൽ നന്ദൻ, ദി ഗ്രേറ്റ് നന്ദൻ. അവൻ്റെ പത്രമാണ് ന്യൂസ് കവർ ചെയ്യുന്നത്. അവിടെ നടന്ന എല്ലാ വിശേഷവും ഒത്തുചേരലും മുഖ്യമന്ത്രിയെ പോലും വല്ലാതെ അങ്ങ് വിസ്മയിപ്പിച്ചു. എല്ലാവരും ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് ആ കുടുംബത്തെ കൈയടിച്ചാദരിച്ചു. ഇതാണ് എൻ്റെ ആദിയുടെയും കിഷോറിൻ്റെയും കുടുംബം. ചടങ്ങുകളൊക്കെ അവസാനിച്ചു. എല്ലാവരും വീട്ടിലേക്ക് മടങ്ങിയെത്തി. എല്ലാവരും ഭയങ്കര ചർച്ചയിലാണ്. വേറൊന്നുമല്ല, കല്യാണ ചർച്ചയാണ്. ഇനിയിപ്പോൾ ഒന്നിനും താമസം വേണ്ട, എല്ലാം പെട്ടെന്നാവണം. കല്യാണത്തിന് ഫുൾ ചാർജ് കിഷോറിനും രഞ്ജുവിനുമാണ്. ആദ്യം കല്യാണം ഡേറ്റ് എടുക്കണം, പിന്നെ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യണം. 1 അല്ല 3 കല്യാണമാണ്. ആൾക്കാർ ഒരുപാട് പേരുണ്ടാകും. അത്രയ്ക്കും വലിയ ഓഡിറ്റോറിയം വേണം. ഫുഡിൻ്റെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് എല്ലാവർക്കും കല്യാണ ഡ്രസ്സും ഓർണമെൻറ്റ്സും എടുക്കണം. എല്ലാവരെയും ക്ഷണിക്കണം. അങ്ങനെ ഒരുപാടേറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ടുണ്ട്. അങ്ങനെ കല്യാണ ഡേറ്റ് തീരുമാനിച്ചു. ജൂൺ 15. അന്ന് 1 അല്ല 3 കല്യാണം നമ്മൾ കൂടുന്നു. ജോത്സ്യനെ കണ്ട് നേരവും സമയവും കുറിപ്പിച്ചു. ജൂൺ 15 രാവിലെ 11-നും 10:30-നുള്ള ശുഭമുഹൂർത്തത്തിൽ വിവാഹം. അത് നമുക്ക് കൂടണ്ടേ? അപ്പോൾ ഒരുപാട് പേർ ഒരുപാട് കാലം കാത്തിരുന്ന 3 വിവാഹങ്ങൾ. ഇനി ഒരു വിവാഹം കൂടിയുണ്ട്. വിവാഹം തീർന്നിട്ടില്ല. എല്ലാവരും കാത്തിരുന്ന ഇവരുടെ വിവാഹത്തിന് വേണ്ടിയിട്ടാണ്. എല്ലാവരുടെയും കുടുംബത്തിൽ മുഴുവൻ സന്തോഷത്തിൻ്റെ പെരുമഴ പെയ്തിറങ്ങുകയാണ്. കാരണം 1 അല്ല 3 വിവാഹമാണ്. ഇന്ന് ജൂൺ 15 3 പേരുടെ ജീവിതത്തിൽ ഭഗവാൻ കാരുണ്യവർഷം ചൊരിയുന്ന ദിവസം. 3 പേരുടെയും പ്രണയ സാക്ഷാത്കാരത്തിൻ്റെ ദിവസമാണിന്ന്. ആദി, റുവാമിൻസാരിയ, ഗോപൻ, മാളൂട്ടി, നന്ദൻ, കാത്തു, 3 പേരുടെയും വിവാഹമാണിന്ന്. ചടങ്ങുകളുടെ മേൽനോട്ടം മുഴുവൻ കിഷോറിനും രഞ്ജുവിനുമാണ്. ആ പട്ടണത്തിലെ ഏറ്റവും വലിയ ഓഡിറ്റോറിയം തന്നെയാണ് ആ വിവാഹത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒരുപാട് ചീഫ് ഗസ്റ്റുകൾ എത്തുന്നുണ്ട്. ഫുഡ് ആൻഡ് ഡെക്കറേഷൻ, അങ്ങനെ ഓൾ ചുമതല ആ പട്ടണത്തിലെ ഏറ്റവും വലിയ കേറ്ററിംഗ് സർവീസിനാണ് നൽകിയിരിക്കുന്നത്. എല്ലായിടത്തും കിഷോറിൻ്റെ കണ്ണുകൾ എത്തുന്നുണ്ട്. 3 പെൺകുട്ടികളും അവർ ഒരുങ്ങി എത്തിക്കഴിഞ്ഞു. ദുവായുടെയും ആദിയുടെയും വിവാഹം ഹിന്ദു വിവാഹ ഉടമ്പടി പ്രകാരം നടക്കുന്നതെങ്കിലും സബ് രജിസ്ട്രാറൊക്കെ കിഷോർ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പീച്ച് കളർ കാഞ്ചീപുരം പട്ട് സാരിയിൽ മാളൂട്ടിയും കാത്തുവും അതേ കളർ ലഹങ്കയിൽ റുവാമിൻസാരിയും. നമ്മുടെ നിലാവിനെ പ്രണയിച്ചവൾ,
നമ്മുടെ മുത്ത് അതീവ സുന്ദരിയായിരിക്കുന്നു. ഒരു ഹൂറി എന്ന് തന്നെ പറയേണ്ടി വരും, അത്രയ്ക്ക് സുന്ദരി. 3 പേരുമല്ല 6 പേർ അതീവ സന്തോഷത്തിലാണ്. ഇവർക്കിന്ന് പ്രണയ സാക്ഷാത്കാരത്തിൻ്റെ ദിവസമാണ്. 3 പേരും ഒരുങ്ങിയെത്തിക്കഴിഞ്ഞു. ഓഡിറ്റോറിയം പരിസരവും ആളെ കൊണ്ട് നിറഞ്ഞു. ചീഫ് ഗസ്റ്റ് മുഖ്യമന്ത്രി തന്നെയാണ്. ഏറ്റവും വലിയ ചീഫ് ഗസ്റ്റ് മുഖ്യമന്ത്രി തന്നെയാണ്. ആൾക്കാരെ ക്ഷണിക്കാനും സ്വീകരിക്കാനും ക്ഷണിച്ചുകൊണ്ട് അതാത് സ്ഥാനങ്ങളിൽ ഓരോരുത്തരെയും ഇരുത്താനും കിഷോറും രഞ്ജുവും ഓടി നടക്കുന്നുണ്ട്. ശരിക്കും അതൊരു ആത്മഹർഷത്തിൻ്റെ ദിവസമാണ്. മതസൗഹാർദ്ദത്തിൻ്റെ ഒരു ഏടുകൂടിയുണ്ട് ഇവിടെ. ഇണപരിയാത്ത കൂട്ടുകെട്ടിൻ്റെ നൈർമല്യമുണ്ടിവിടെ. പ്രണയ സാക്ഷാത്കാരത്തിൻ്റെ ആത്മഹർഷമുണ്ടിവിടെ. കഷ്ടപ്പാടിൻ്റെയും ഉയർപ്പിൻ്റെയും മഞ്ഞുതുള്ളികളുണ്ടിവിടെ. ആഹ്ലാദാരവങ്ങളുടെ പടപ്പുറപ്പാടുണ്ടിവിടെ. എല്ലാം കൊണ്ടും സന്തോഷം കൊണ്ട് തുടികുട്ടുന്ന അന്തരീക്ഷം. 3 പെൺകുട്ടികളും സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു. ദക്ഷിണകത്ത് കിഷോറിൻ്റെ കാൽ തൊട്ട് വന്ദിക്കുമ്പോൾ 3 പേരുടെയും കണ്ണുകൾ നിറഞ്ഞു. 3 പേരും അവൻ്റെ പ്രാണനാണ്. 3 പേരെയും തൻ്റെ നെഞ്ചോട് ചേർക്കുമ്പോൾ ഏട്ടൻ്റെ കടമ നിർവഹിക്കാൻ തനിക്ക് കഴിഞ്ഞതിൽ അവന് വല്ലാത്ത ചാരിതാർത്ഥ്യം തോന്നി. പാർവതിയുടെ കാൽ തൊട്ട് വന്ദിച്ച് അനുഗ്രഹം വാങ്ങുമ്പോൾ മാളൂട്ടിയും കാത്തുവും വല്ലാതെ വിങ്ങിപ്പൊട്ടി. പാറു 2 പേരെയും നെഞ്ചോട് ചേർത്തു. കാത്തും ലോകം ഇപ്പോൾ ഇതല്ലേ. അവിടെ അമ്മയും അച്ഛനും ഏട്ടനും സഹോദരങ്ങളുമെല്ലാം ഈ വീട്ടിലുള്ളവർ മാത്രമാണ്. അവിടെ നെഞ്ചോട് ചേർത്ത് അവിടെ നെറുകയിൽ തൻ്റെ അതരങ്ങൾ ചേർക്കുമ്പോൾ പാറൂട്ടിയും കരയുകയായിരുന്നു. തൊട്ടടുത്ത് നിന്ന് ആദ്യം അമ്മയെ കളിയാ. അമ്മ ഇപ്പോഴേ കരയാണോ? അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പിന്നെ ആര് കരയും? പറഞ്ഞെങ്കിലും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആ കണ്ണ് നിറഞ്ഞ് കണ്ട മാത്രയിൽ 2 പേരും പാറൂട്ടി വിട്ട് ആദിയുടെ കരവേലയത്തിൽ അമർന്നു കഴിഞ്ഞു. അവൻ്റെ അധരങ്ങളും അവരുടെ നെറുകയിൽ അമർന്നു. സന്തോഷത്തിൻ്റെ കണ്ണുനീർ തുളുപ്പി. ദുവ ഉപ്പയുടെ ഉമ്മയുടെയും കാൽ തൊട്ട് വന്ദിച്ച് അനുഗ്രഹം വാങ്ങി. ഉപ്പയുടെ നെഞ്ചിൽ മുഖം ചേർക്കുമ്പോൾ അവൾ കരയാതിരിക്കാൻ പാടുപെട്ടു. താങ്ക്സ് ഉപ്പ, അവൾ മന്ത്രിച്ചു. ഇബ്രാഹിം സേട്ട് നിറഞ്ഞ കണ്ണോടെ മകളെ നോക്കി. ജനിച്ചു വീണ ദിവസം മുതൽ എല്ലാം ഓർമ്മയിലേക്ക് വന്നു. ഇവളല്ലേ തൻ്റെ എല്ലാം. ഇവൾക്ക് വേണ്ടിയല്ലേ താൻ ജീവിച്ചത് മുഴുവൻ. ഉമ്മയെ കെട്ടിപ്പിടിച്ച് അവർക്ക് യാതൊരു വിഷമവും തോന്നില്ല. കാരണം അവൾ പോകുന്നത് എൻ്റെ പാറൂട്ടിയുടെ അരികിലേക്കാണ്. അവൾക്കവിടെ സന്തോഷം മാത്രമേ ഉണ്ടാവുകയുള്ളെന്ന് അവർക്കറിയാം. അവിടെ കൂടിയ എല്ലാവർക്കും ഇതൊക്കെ അത്ഭുതങ്ങളായിരുന്നു. അവർ കാണുകയായിരുന്നു സ്നേഹത്തിൻ്റെ ചരട് കെട്ടി ജീവിതം കെട്ടിപ്പടുത്ത് ജീവിത സോപാനത്തിൽ ഏറാൻ പോകുന്ന കുറച്ചു പേരെ. അപ്പോൾ ഇവിടെ കല്യാണ ചക്കന്മാരും എത്തിക്കഴിഞ്ഞു. ആദി ചന്ദന കളർ ഷേർവാണി ധരിച്ചിരിക്കുന്നതെങ്കിൽ ഗോപനും നന്ദനും ചന്ദന കളർ ജുബായും മുണ്ടുമാണ് ധരിച്ചിരിക്കുന്നത്. എല്ലാവരും സ്റ്റേജിലെത്തിക്കഴിഞ്ഞു. കർമ്മയും എത്തിക്കഴിഞ്ഞു. നാദസ്വരത്തിന് അഹമ്പടിയോടെ ഭഗവാന്റെ അനുഗ്രഹപ്പൂമഴയിൽ 3 പേരുടെയും കഴുത്തിൽ അവർ വരണമാല്യം അണിയിച്ചു. നെറുകയെ സിന്ദൂരം ചാർത്തിക്കൊടുത്തു. തൻ്റെ ജീവൻ്റെ പാതിയായ ദിവയുടെ കഴുത്തിൽ തൻ്റെ പ്രണയത്തിൻ്റെ സ്നേഹത്തിൻ്റെ താലി ചാർത്തിക്കൊടുത്തിട്ട് ആ നെറുകയിൽ തൻ്റെ ചുണ്ടൊന്ന് ചേർക്കാൻ ആദ്യം വല്ലാതെ കൊതിച്ചുപോയി. അവൻ്റെ മുഖം കണ്ടതും അവൻ്റെ മനസ്സറിയത് കിഷോർ ഒന്ന് കണ്ണു കാണിച്ചു. ഒരാളെയല്ല 3 പേരെയും. 3 പേരും തങ്ങളുടെ അധരങ്ങൾ ചേർത്തു തങ്ങളുടെ പ്രണയിനികളുടെ നെറുകയിൽ. അവിടെ സ്നേഹത്തിൻ്റെ ആദ്യ ചുംബനം ഒരുപാട് പേരെ സാക്ഷിയാക്കിക്കൊണ്ട്. ദുബൈയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒരുപാട് പേർ അവിടെ ഉണ്ടെന്ന് അവൾ മറന്നുപോയി. ആ നെഞ്ചിലേക്ക് അവൾ ചാഞ്ഞു പൊട്ടിക്കരഞ്ഞുകൊണ്ട്. ഏറെ നാളത്തെ കാത്തിരിപ്പാണെന്നോ ചെറിയ പ്രായത്തിൽ ഉള്ളിൽ വീണു പോയതാണ് ആദി. അന്ന് മുതൽ ഇന്ന് വരെ അവൾ കാത്തിരിക്കുകയാണ് ആദിക്ക് വേണ്ടി, അവന് വേണ്ടി മാത്രം. അവനും അതറിയാം. അവിടെ കരച്ചിൽ എല്ലാവരുടെയും കണ്ണ് നനയിച്ചു. അവരുടെ സ്നേഹം അതെല്ലാവർക്കും അറിയാം. അതാണ് ഈ കരച്ചിൽ. അതുകൊണ്ടാണ് ഈ കരച്ചിലെന്ന് കിഷോറിനെ രഞ്ജുവിനും നല്ലവണ്ണം അറിയാം. അവർ 2 പേരും വന്ന് അവനിൽ നിന്ന് അടർത്തി മാറ്റി സമാധാനിപ്പിച്ചു. ഈ സമയം അത്രയും ഗോപന്റെ കണ്ണുകൾ മാണ്ടൂട്ടിയിലും നന്ദൻ കാത്തുവിനെയും കണ്ണിമിച്ച് മാറി നോക്കിയായിരുന്നു. തങ്ങളുടെ പ്രാണൻ തങ്ങൾക്ക് സ്വന്തമായിരിക്കുന്നു. അപ്പോൾ വിവാഹമൊക്കെ കഴിഞ്ഞു. ഇനി അവരുടെ ഫസ്റ്റ് നൈറ്റ് 3 പേര് ആഘോഷിക്കട്ടെ സുന്ദര സുരഭില നിമിഷങ്ങളൊക്കെ അല്ലേ. ഇന്ന് ജൂലൈ 15. ഇന്നൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് നമ്മുടെ രഞ്ജുവിൻ്റെയും കിഷോറിൻ്റെയും വിവാഹമാണ്. എല്ലാവരും സന്തോഷത്തിലാണ്. എല്ലാവരും അടിച്ച് പൊളിച്ച് തിമിർത്ത് ആഘോഷിക്കുകയാണ് വിവാഹം. അങ്ങനെ രഞ്ജു കിഷോറിന് സ്വന്തം. നമ്മൾക്ക് പിരിയാൻ നേരമായി. എൻ്റെ ദുവാമിൻ സരിയെ നെഞ്ചിലേറ്റിയ ഓരോരുത്തർക്കും എൻ്റെ കഥയിൽ നിറഞ്ഞ നന്ദി. എൻ്റെ നിലാവിനെ ആദ്യം പ്രണയിച്ച എൻ്റെ ദുവാമിൻ സരിയെ നിങ്ങൾക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ബൈ. അവർ ജീവിക്കട്ടെ. അവരുടെ സന്തോഷങ്ങളുടെ ലോകത്ത് പാറിപ്പറന്നവർ ജീവിക്കട്ടെ. അപ്പോൾ എൻ്റെ കഥ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വളരെ പ്രിയപ്പെട്ടൊരു കഥയായിട്ട് ഞാൻ എത്തുന്നുണ്ട്. പക്ഷേ അതിനു മുമ്പ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥ മറ്റൊരു കഥ കൂടിയുണ്ട്. അത് അവസാനിപ്പിക്കുന്ന ശേഷം മാത്രം.